മുല്ലപ്പള്ളി രാമേന്ദ്രൻ തന്നെ ഇപ്പൊ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ആർക്കും കയറി വരാനുള്ള വഴിയമ്പലമല്ല, ഇക്കാര്യത്തിൽ സൂക്ഷ്മത പാലിച്ചിട്ടില്ല. അല്ല, അദ്ദേഹം അല്ലല്ല, അദ്ദേഹം സൂക്ഷ്മത പാലിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞില്ല. വഴിയമ്പലമല്ല. അല്ലല്ല, നിങ്ങൾ അദ്ദേഹം പറയാത്തത് നിർബൻ അല്ല, അദ്ദേഹം പറയാത്തത് നിർബൻ ആടിയല്ലേ? അല്ലല്ല അല്ലല്ല അല്ല, അത് കറക്റ്റാണെന്നേ. മുതിർന്ന നേതാവാണ് അദ്ദേഹം, പരിചയസമ്പന്നനായ നേതാവാ. അദ്ദേഹത്തിന് ഉപദേശിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അതൊരു ഉപദേശ രൂപേണ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ്. അദ്ദേഹം അത് അവരൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കി കാണും. മനസ്സുകൊണ്ട് താൻ ഇപ്പോഴും ഒരു സംഘപരിവാറുകാരനാണ്, RSSകാരനാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ UDF കൊണ്ടുവരാനുള്ള നമ്മളത് ക്ലിയർ ചെയ്തല്ല. വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. നോ മോർ ക്വസ്റ്റ്യൻസ്. അത് ക്ലിയർ ചെയ്തല്ലോ. വേറെ എന്തെങ്കിലും പരിഗണിച്ചത് പോലും തെറ്റല്ലേ? അങ്ങ് ഇരിക്കുന്നത് ചെറിയൊരു പദവിയിലല്ലോ. അങ്ങ് അല്പം മുമ്പ് തന്നെ കരുണാകരന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാള് ഇക്കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കാതെ അങ്ങ് പെട്ടെന്നൊരു പ്രസ്താവന നടത്താൻ പാടുണ്ടോ? കാരണം അത് ഞങ്ങൾക്ക് അല്ലല്ല, UDF എങ്ങനെ ചെയ്യണമെന്ന് കൈരളിയുടെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട. മനസ്സിലായില്ലേ? അതൊക്കെ ഞങ്ങൾ എല്ലാ നേതാക്കളും തമ്മിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു പാർട്ടിക്കും അങ്ങനെ അപേക്ഷ കൊടുത്തിട്ടൊന്നുമില്ല. രണ്ടാമത് പറഞ്ഞതിൽ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുള്ളത് 5:41 7:41 നമ്മുടെ ബഹുമാനപ്പെട്ട VD സതീശൻ അദ്ദേഹം എന്നോട് സംസാരിച്ചു എന്നുള്ളതാണ്. ഈ രണ്ട് സമയത്ത് ഞാൻ വിളിച്ചിരുന്നു. രണ്ട് സമയത്തും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല. എൻ്റെ ഫോൺ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗൺമാനോ അല്ല അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോ, എനിക്ക് ആ സൗണ്ട് അറിഞ്ഞുകൂടാ. അല്ലാതെ ഈ 10 കാലിനിടയ്ക്ക് ഞാനും VD സതീശനുമായിട്ട് സംസാരിച്ചില്ല. ഞാനത് ബോധ്യപ്പെടുത്താൻ തയ്യാറാണ്. എൻ്റെ സമ്മതമില്ലാതെ അവിടെ ഇങ്ങനെ പറഞ്ഞ് എന്നെ വഞ്ചിച്ചു എന്ന് ഞാൻ പറയും. എൻ്റെ സമ്മതോ അറിവോ സമ്മതോ അപേക്ഷയും ഇല്ലാതെ എന്നെയാണ് വഞ്ചിച്ചത്. അത് തിരിച്ചാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇന്നും രാവിലെ ഞാൻ ചാനൽ നോക്കിയപ്പോൾ വിഷ്ണു വരാൻ UDFനെ വഞ്ചിച്ച്. ഞാനെന്ത് വഞ്ചിക്കാൻ? 2 കാൾ വിളിച്ചു എന്ന് പറയുന്നു, എൻ്റെ അടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞു, ഞാൻ വിളിച്ച ആളുകളൊക്കെ ഉണ്ട്. ഞാൻ ഇതെല്ലാം ബോധ്യപ്പെടുത്താനും തയ്യാറാണ്. അല്ല, തിരിച്ചെന്തെങ്കിലും അവർക്ക് ബോധ്യപ്പെടുത്താണ്ട് അത് പറഞ്ഞിട്ട് ഞാൻ തിരുത്താൻ തയ്യാറാണ്. അവർ വാതിൽ അടച്ചു വെച്ചിട്ട് അവർ തുറന്നോട്ട്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഇറന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവരാണ് പറയണത് അവർക്ക് ഈ തിരുവനന്തപുരം ജില്ലയിൽ 10 സീറ്റ് കിട്ടാൻ കാമരാജ് കോൺഗ്രസ് കൂടി വേണമെന്ന് പറയണത്. നമുക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും അങ്ങനെയില്ല. അങ്ങനെ താല്പര്യം പറഞ്ഞിട്ടുമില്ല, തർക്കിക്കാനും നമ്മളില്ല. കാമരാജ് കോൺഗ്രസ് എന്ന് പറഞ്ഞ ചെറിയ പാർട്ടി, UDF വലിയ പാർട്ടി തന്നെയാണ് എല്ലാം. അവർ കഥ അടച്ചെങ്കിൽ താക്കോൽ അവരെ കയ്യിൽ വെച്ചോട്ട്.